അസ്സലാമു അലൈക്കും. ആർത്തവം അഥവാ മെൻസസ് എന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മാസത്തിൽ ഒരിക്കൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന രക്തസ്രാവമാണ്. ഇത് ഒരു അസുഖമല്ല, മറിച്ച് അല്ലാഹു സ്ത്രീകൾക്ക് നൽകിയ ഒരു സ്വാഭാവിക അവസ്ഥയാണ്. മിക്ക സ്ത്രീകൾക്കും മാസത്തിൽ 5 മുതൽ 7 ദിവസം വരെയാണ് മെൻസസ് ഉണ്ടാവുക. ഈ സമയത്ത് സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അവ അറിയൽ നിർബന്ധമാണ്. ആർത്തവം സ്ത്രീകൾക്ക് ഒരു വിശ്രമകാലം പോലെയാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഫർള്, സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കണം. പിന്നെ അത് ഖളാ വീട്ടി നിസ്കരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ആർത്തവകാലത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. റമളാൻ നോമ്പ് എല്ലാം തന്നെ ഒഴിവാക്കണം. പിന്നീട് നോമ്പ് ഖളാ ആയത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. മുസാഹിഫ് നേരിട്ട് കൈകൊണ്ട് പോലും തൊടരുത്. ആർത്തവ സമയത്ത് നഖം മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുടി വെട്ടാനും പാടില്ല, അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ കൂലിയും ചെയ്താൽ ശിക്ഷയുമാണ്. അതുകൊണ്ട് നഖവും മുടിയും ആർത്തവ സമയത്ത് വെട്ടാതിരുന്നാൽ കൂലിയും വെട്ടിക്കഴിഞ്ഞാൽ ശിക്ഷയുമുണ്ട്. ആർത്തവകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. ആ സമയത്ത് സിയാറത്ത് ചെയ്യാൻ പറ്റുകയില്ല. മസ്ജിദുൽ ഹറമിൽ കഅബ ചുറ്റി തവാഫ് ചെയ്യാനും പാടില്ല. ആർത്തവ സമയത്ത് കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും ഓതിക്കൊടുക്കാനും പാടില്ല. എന്നാൽ അവരോട് ഓതാൻ പറയണം. അവർ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കൽ പുണ്യമായ കാര്യമാണ്. ആർത്തവ സമയത്ത് വുളു എടുക്കൽ പാടില്ല, അത് ഹറാമാണ്. ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഹറാമാണ്. ഖുർആൻ നിർദ്ദേശപ്രകാരം ഇത് ഒഴിവാക്കണം. ആർത്തവം സ്ത്രീകൾക്ക് ഒരു വിശ്രമകാലം പോലെയാണ്. അല്ലാഹു സ്ത്രീകൾക്ക് ഇളവ് നൽകിയ സമയമാണിത്. ഇസ്ലാം സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാതെ കരുണ നൽകുന്ന മതമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ ഇളവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, ലജ്ജിക്കേണ്ടതുമില്ല. ആ സമയത്ത് വിശ്രമവും ശുചിത്വവും പാലിക്കുക. ദിക്റുകളും ദുആകളും നല്ല പ്രവൃത്തികളും തുടരുക. അല്ലാഹു തആല എല്ലാ സ്ത്രീകൾക്കും ആരോഗ്യവും സമാധാനവും നൽകട്ടെ. ആമീൻ.